പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് മാവേലിക്കര. ചരിത്രം പരിശോധിച്ചാൽ രണ്ട് തവണ മാത്രമാണ് മാവേലിക്കര ഇടത്തോട്ട് ചാഞ്ഞിട്ടുള്ളത്. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ 1951 കൊല്ലം മാവേലിക്കര എന്ന പേരിലായിരുന്നു മണ്ഡലം. 1962 മാവേലിക്കര എന്ന പേരിൽ മണ്ഡലം രൂപം കൊള്ളുന്നത്. 67 തിരുവല്ല മണ്ഡലം ഇല്ലാതായപ്പോൾ വീണ്ടും രൂപം മാറി. പിന്നെ 2008 പുനർനിർണയത്തിൽ വീണ്ടും രൂപമാറ്റം. അന്നില്ലാതായത് സംവരണ മണ്ഡലമായ അടൂർ. ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നീ 3 ജില്ലകളിലായി പരന്നു കിടക്കുന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. തെക്ക് കൊല്ലം അച്ഛൻ കോവിൽത്തുറ പാലം മുതൽ തുടങ്ങുന്നു മണ്ഡലം. കോട്ടയം ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴ, കുട്ടനാട് വരെ പരന്നുകിടക്കുന്നു. 1962 മുതൽ നടന്ന 15 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 10 പ്രാവശ്യവും ഇവിടെ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു. 62 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണ മണ്ഡലമായിരുന്ന മാവേലിക്കരയിൽ നിന്നും കോൺഗ്രസിന്റെ ആർ അച്യുതൻ 7288 വോട്ടിന് CPIയിലെ PK കൊടിയനെ പരാജയപ്പെടുത്തി. മണ്ഡലം ജനറൽ സീറ്റായതോടെ 967 തെരഞ്ഞെടുപ്പിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് GP മംഗലത്തുമഠം കോൺഗ്രസിലെ MPSV പിള്ളയെ തോൽപ്പിച്ചു. 1984 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് തമ്പാൻ തോമസിനെയും 2004 CPMന്റെ CS സുജാതയെയും ജയിപ്പിച്ചതൊഴിച്ചാൽ മറ്റു തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനൊപ്പം നിന്ന പാരമ്പര്യമാണ് മാവേലിക്കരയ്ക്ക്. കേരള കോൺഗ്രസ് അധ്യക്ഷൻ R ബാലകൃഷ്ണപിള്ള CPMന്റെ മുതിർന്ന നേതാവ് S രാമചന്ദ്രൻപിള്ളയെ തറപറ്റിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 71ലേത്. 55,527 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. 55% വോട്ട് ബാലകൃഷ്ണപിള്ള നേടിയപ്പോൾ SRPക്ക് നേടാനായത് 41.1% വോട്ട് മാത്രം. കോൺഗ്രസ് നേതാവ് PJ കുര്യനെ 5 തവണ ലോക്സഭയിലെത്തിച്ച മാവേലിക്കര 99 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെയും വിജയിപ്പിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ 33 വർഷത്തിന് ശേഷം മണ്ഡലത്തിൽ ചെങ്കൊടി പാറി. തുടർച്ചയായ 2ാം ജയം തേടിയിറങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ CPM നിർത്തിയത് പുതുമുഖമായ CS സുജാതയെ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മികച്ച ഭരണം കാഴ്ചവെച്ച് ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റിയ സുജാതയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ചെന്നിത്തലയ്ക്ക് അടിപതറി. 7414 വോട്ടിന് ചെന്നിത്തലയെ തോൽപ്പിച്ച് സുജാത മാവേലിക്കരയുടെ പ്രതിനിധിയായി ഡൽഹിക്ക് പോയി. മണ്ഡല പുനർനിർണയത്തിന് ശേഷം സീറ്റ് വീതം വെപ്പിൽ സംവരണ മണ്ഡലമായ മാവേലിക്കര CPMൽ നിന്നും CPI ഏറ്റെടുത്തു. 2009 2014 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷിന് തന്നെയായിരുന്നു വിജയം. 2009 UPA മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായിരുന്നതും 2014 സുരേഷിന് വിജയം എളുപ്പമാക്കി. അന്ന് CPIയിലെ ചെങ്ങറ സുരേന്ദ്രനെതിരെ 32,737 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത്. 2019 മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് മാവേലിക്കരക്കാർ കൊടിക്കുന്നിലെ 3ാമതും പാർലമെന്റിലേക്ക് അയച്ചത്. 61,138 വോട്ടുകളുടെ വ്യത്യാസത്തിൽ CPIയുടെ ചിറ്റയം ഗോപകുമാറിനെയാണ് കൊടിക്കുന്നിൽ തോൽപ്പിച്ചത്. 45.4% വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ CPIയുടെ വോട്ട് വിഹിതത്തിൽ വൻ ഇടിവാണ് നേരിട്ടത്. 39.1% വോട്ടുകൾ മാത്രമാണ് ചിറ്റയത്തിന് ലഭിച്ചത്. NDA മുന്നണിക്കായി മത്സരിച്ച BDJ സ്ഥാനാർത്ഥി തഴവ സഹദേവൻ 1 ലക്ഷത്തിലധികം വോട്ട് നേടി സാന്നിധ്യം ശ്രദ്ധേയമാക്കി. മറ്റു മണ്ഡലങ്ങളിലേതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും BJPയുടെ വളർച്ച ഇവിടെയും വ്യക്തമാണ്. 2014 യുവമോർച്ച നേതാവായ P സുധീർ മണ്ഡലത്തിൽ 8.97% വോട്ടുകളാണ് നേടിയത്. മുൻ വർഷത്തേക്കാൾ 3.87 വോട്ട് വിഹിതം വർദ്ധിച്ചു. 2019 NDA സഖ്യകക്ഷിയായ BDJSനാണ് സീറ്റ് നൽകിയത്. തഴവ സഹദേവൻ 1,33,546 വോട്ടുകളാണ് നേടിയത്. BJPയുടെ വോട്ട് വിഹിതം വീണ്ടും 13.75% ഉയർന്നു. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പല വമ്പൻ നേതാക്കളെയും അടിതെറ്റിച്ച ചരിത്രം യുവ നേതാക്കൾക്കുണ്ട്. ഇത്തവണ മണ്ഡലം ചുവക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. LDFന് മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കരുത്ത് ലോക്സഭയിൽ തങ്ങളെ തുണയ്ക്കുമെന്ന വിശ്വാസവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലവുമാണെന്നാണ് അവരുടെ വാദം. പരിചയസമ്പന്നതയും മണ്ഡലത്തിലെ ഇടപെടലും മണ്ഡലം കൈവിടില്ലെന്ന് കോൺഗ്രസും കരുതുന്നു. മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ മാത്രം പറഞ്ഞാലും വോട്ട് കൂടുമെന്ന് NDAയും പറയുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. മാവേലിക്കര മണ്ഡലത്തിൽ ആദ്യമായി ചെങ്കൊടി പാറാൻ അത് സഹായകമാകുമോ എന്ന് കാത്തിരുന്നു കാണാം.